ഇനി അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തു എന്താ ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞു. ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് പ്ലാൻ. Let us first define acceptance sampling. A sampling inspection in which a decision about acceptance or rejection of a lot is based on one or more samples that have been inspected is known as acceptance sampling. ഇതെന്താണ് ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്? നമ്മൾ എന്താണ് ഒരു ലോട്ടിലെ ഫുൾ യൂണിറ്റ് ഇൻസ്പെക്ഷൻ നടത്താതെ അതിലൊരു 2-3 സാമ്പിൾ എടുക്കും. എന്നിട്ട് ആ സാമ്പിൾ ഇൻസ്പെക്ട് ചെയ്യും. ആ സാമ്പിളിൽ ഡിഫക്റ്റീവ് ഐറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കും. എന്നിട്ട് ഇപ്പോൾ ഒരു സാമ്പിൾ എടുത്തു, അതിൽ ഡിഫക്റ്റീവ് ഐറ്റംസ് ആണ് കൂടുതലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ലോട്ട് തന്നെ റിജക്റ്റ് ചെയ്യും. ഡിഫക്റ്റീവ് ഐറ്റംസ് കുറവാണെങ്കിൽ നമ്മൾ ആ ലോട്ട് ആക്സെപ്റ്റ് ചെയ്യും. ഇതിനെയാണ് ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. In other words, acceptance sampling is a technique in which a small part or a fraction of the units or items is selected randomly from a lot and the selected units are inspected to decide whether the lot should be accepted or rejected on the basis of the information provided by the sample inspection. നമ്മുടെ ആ ഒരു എൻ്റെ ലോട്ടിൽ നിന്നും ഒരു ഫ്രാക്ഷൻ ഓഫ് യൂണിറ്റ് എടുക്കും അല്ലെങ്കിൽ ഐറ്റം എടുക്കും. എന്നിട്ട് നമ്മൾ അതിനെ ഇൻസ്പെക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിനെ ഇൻസ്പെക്ട് ചെയ്യും. ആ സാമ്പിൾ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഫുൾ ലോട്ട് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യും. അതിനെയാണ് ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് എ മാനുഫാക്ചറർ ഓഫ് cricket ball supplies them in lot of 500. A buyer wants to inspect 20 balls from each lot before accepting the lot and takes a decision about acceptance or rejection of the lot on the basis of the information provided by the sample. This is an example of acceptance sampling because the decision about the lot is taken on the basis of the sample. ഇവിടെ 500 balls ഉണ്ട്. നമ്മുടെ ലോട്ടിൽ 500 ബോൾസ് ഉണ്ട്. നമ്മളൊരു 20 ബോൾസ് എടുത്തിട്ട് ആ 20 ബോൾസ് ചെക്ക് ചെയ്യും, ഇൻസ്പെക്ട് ചെയ്യും, എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഈ 20 ബോൾസും ഡിഫക്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ ഫുൾ 500 ബോൾസിനെയും ആ ലോട്ടിനെയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ഇതിൽ ഡിഫക്റ്റീവ് ഐറ്റംസ് ഈ 20 ബോൾസിൽ ആ ഒരു സാമ്പിൾ ഡിഫക്റ്റീവ് ഐറ്റംസ് കൂടുതലാണെങ്കിൽ നമ്മൾ എൻ്റയർ ലോട്ട് റിജക്റ്റ് ചെയ്യും. കൺസിഡർ അനദർ എക്സാമ്പിൾ. സപ്പോസ് എ മൊബൈൽ ഫോൺ കമ്പനി പാക്സ് ദ മൊബൈൽ ഫോൺ ഇറ്റ് പ്രൊഡ്യൂസസ് ഇൻ ലോട്ട്സ് ഓഫ് 100 units. To check the quality of the lots, the quality inspector of the company draws a random sample of size 10 from each lot. 100 യൂണിറ്റ്സിൽ നിന്ന് നമ്മൾ 10 യൂണിറ്റ്സ് എടുക്കും. ഒരു സാമ്പിൾ എടുത്തിട്ട് അതിനെ ഇൻസ്പെക്ട് ചെയ്തിട്ട് അതിൽ ഇൻസ്പെക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ലോട്ട് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കും. When a lot is rejected on the basis of the acceptance sampling, it does not mean that all units of the lot are of no use or all units are defective. അപ്പോൾ നമ്മൾ എൻ്റയർ ലോട്ടിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സാമ്പിൾ എടുത്തുകൊണ്ട് ആ സാമ്പിൾ എന്താണ് സാമ്പിൾ ഐറ്റംസ് ഡിഫക്റ്റീവ് ആണോ നോക്കിയിട്ടാണ്. പക്ഷേ ആ സാമ്പിൾ ഡിഫക്റ്റീവ് ആയതുകൊണ്ട് എൻ്റയർ ലോട്ടിലെ ഐറ്റംസ് ഡിഫക്റ്റീവ് ആയിക്കൊള്ളണമെന്നില്ല. ഇറ്റ് മീൻസ് ദാറ്റ് ഓൾ യൂണിറ്റ്സ് ഓഫ് ദ ലോട്ട് ഹാവ് ബീൻ കെയർഫുള്ളി എക്സാമിൻഡ് ആൻഡ് ദ ഡിഫക്റ്റീവ് യൂണിറ്റ്സ് ഹാവ് ബീൻ എയ്തർ റിപ്പയർഡ് ഓർ റിമൂവ്ഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് കഴിഞ്ഞിട്ട് ഈ എൻ്റയർ ലോട്ട്സും ഇൻസ്പെക്ട് ചെയ്യണം. എന്നിട്ട് ഡിഫക്റ്റീവ് ആയിട്ടുള്ളത് എന്ത് ചെയ്യാം? മാറ്റി വെക്കുക. അത് വീണ്ടും റിപ്പയർ ചെയ്യുക. അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാം. Thus, the remaining units in the lot conform to a particular quality level. The rejected units may be sold at a low price or the defect in this unit may be removed so that it can be retained. ഇപ്പോൾ ഡിഫക്റ്റീവ് യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം? ലോ പ്രൈസിൽ വിൽക്കാം. അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യാം? മോഡിഫൈ ചെയ്യാം, റിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം. നമുക്ക് യൂസ് ചെയ്യാൻ തീരെ പറ്റാത്തതാണെങ്കിൽ റിമൂവ് ചെയ്യാം. ഫോർ ഇൻസ്റ്റൻസ്, ദ ക്ലിയറൻസ് സെയിൽ ഓഫ് എക്സാമ്പിൾ റെഡിമെയ്ഡ് ക്ലോത്ത്സ് ഓർ ഷൂസ് എക്സെട്ര ആർ ക്യാരിഡ് ഔട്ട് ടു സെൽ ദോസ് ഐറ്റംസ് വിച്ച് ആർ നോട്ട് അപ് ടു ദ സ്പെസിഫിക്കേഷൻ ഓർ ഹാവ് ബീൻ റിജക്റ്റഡ്. അപ്പോൾ ഇപ്പം നമ്മൾ പല സ്ഥലത്തും കാണാം ഈ ക്ലിയറൻസ് സെയിൽ എന്ന് പറയുന്നത്. അതൊക്കെയെന്ന് പറയുന്നത് ഈ തരത്തിൽ ഉള്ള ഡിഫക്റ്റീവ് ഐറ്റംസ് എന്ത് ചെയ്യാൻ സെൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. This is to loss to the producer or the manufacturer which can be prevented if he or she could maintain the desired level of quality. Therefore, manufacturers should be very careful about the quality of goods which they supply to the customers. അപ്പം നമ്മൾ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? മാനുഫാക്ചറർ അവരുണ്ടാക്കുന്ന പ്രോഡക്ട്സ് എപ്പോഴും ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. An acceptance sampling plan is a specification plan that clearly states the rule for sampling and the associated criteria for acceptance or rejection of a lot.
ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് പ്ലാൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ഇൻസ്പെക്ഷൻ ഓഫ് ഏതൊക്കെ ഫീൽഡിലാണ് ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഒന്നാമത്തെ മാനുഫാക്ചേർഡ് യൂണിറ്റ്സ്, രണ്ടാമത്തെ കമ്പോണൻസ്, മൂന്നാമത്തെ റോ മെറ്റീരിയൽസ്, നാലാമത്തെ ഓപ്പറേഷൻസ്, 5 മെറ്റീരിയൽസ് ഇൻ പ്രോസസ്, 6 സപ്ലയേഴ്സ് ഇൻ സ്റ്റോറേജ്, 7 മെയിൻ്റെനൻസ് ഓപ്പറേഷൻ, 8 ഡേറ്റ ഓർ റെക്കോർഡ്സ് ആൻഡ് 9 അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയേഴ്സ്. Acceptance sampling has many advantages and some limitations which we now describe. Advantages and limitation of acceptance sampling. അത് നമുക്ക് advantages നോക്കാം. The main advantages of acceptance sampling are ഒന്നാമത്തത് it is less expensive in terms of money, time, labor in comparison to 100% inspection. നമ്മൾ 100% ഇൻസ്പെക്ഷൻ്റെ കാര്യത്തിൽ പറഞ്ഞു. അവിടെ എന്താണ് നമ്മൾ എല്ലാ യൂണിറ്റും ഇൻസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ടൈം കൺസ്യൂമിങ് ആണല്ലേ, ടൈം കൺസ്യൂമിങ് ആണ്, കോസ്റ്റ്ലി ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ ആക്സെപ്റ്റൻസ് സാമ്പിളിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ആ ലോട്ടിൽ നിന്നും ഒരു സാമ്പിളാണ് എടുക്കുന്നത്. ആ സാമ്പിളിലെ യൂണിറ്റ്സിനെ മാത്രം നമുക്ക് ഇൻസ്പെക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ടൈം കൺസ്യൂമിങ് ആണ്, ലെസ് കോസ്റ്റ്ലി ആണ്. അപ്പം മറ്റേ 100% ഇൻസ്പെക്ഷനെ കമ്പയർ ചെയ്യുമ്പം ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ലെസ് കോസ്റ്റ്ലി ആൻഡ് ടൈം കൺസ്യൂമിംഗ് ആണ്. രണ്ടാമത്തെ ഫോർ ഐറ്റംസ് വിച്ച് cannot be used after single inspection such as crackers, bulbs, tube lights, food etc. 100% inspection is not practicable. Sampling inspection is the only way for inspecting such items. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള എന്താണ് ഡാമേജ് ആവുന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് 100% ഇൻസ്പെക്ഷൻ നടത്താൻ പറ്റില്ല. അങ്ങനത്തെ കേസ് നമ്മൾ ഈ ഒരു ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് യൂസ് ചെയ്യും. മൂന്നാമത്തത് ഇൻ ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് എ സാമ്പിൾ ഓഫ് എ number of items or units is inspected and hence smaller inspection staff is required. അപ്പം നമുക്ക് എൻ്റെയർ യൂണിറ്റ്സ് ഇൻസ്പെക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കത് ആ ഒരു സാമ്പിളാണ് ഇൻസ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കുറച്ച് ടൈം മതി, അപ്പം കുറച്ച് എന്താണ് സ്റ്റാഫും മതിയാകും. നാലാമത്തത് ഇൻ മെനി കേസസ് ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് പ്രൊവൈഡ്സ് ബെറ്റർ ഔട്ട് ഗോയിങ് ക്വാളിറ്റി. ഇൻ ജനറൽ ഇറ്റ്സ് സീൻ ദാറ്റ് agreed that good 100% inspection removes only 85% to 90% of the defective items, whereas very good 100% inspection removes only 99% of the defective items. However, due to human error, it usually does not reach the 100% mark. In other words, we can say that 100% inspection is not always reliable because it involves too much routine work for the persons inspecting each and every item. Due to this, defective items may also be labeled as satisfactory and may also be accepted at times when these persons are distracted. Hence, an appropriate sampling plan is preferable. അപ്പോൾ നമ്മൾ 100% ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ യൂണിറ്റ്സും നമ്മൾ ഇൻസ്പെക്ട് ചെയ്യും. അതിനുള്ള സ്റ്റാഫ്സ് വേണം. അപ്പോൾ ഈ സ്റ്റാഫ്സിൻ്റെ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളുടെ 100% ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് റിലയബിൾ ആവാൻ വഴിയില്ല. അപ്പോൾ ഡിഫക്റ്റീവ് ഐറ്റംസും നമ്മളുടെ ഈ നോൺ ഡിഫക്റ്റീവ് ഐറ്റംസിൽ വരാൻ ചാൻസ് ഉണ്ടാവും. ലാസ്റ്റ് വൺ, ഡ്യൂ ടു ക്വിക്ക് ഇൻസ്പെക്ഷൻ ത്രൂ ദ ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് ദ ഷെഡ്യൂളിംഗ് ആൻഡ് ഡെലിവറി ടൈംസ് ആർ സേവ്ഡ്. അപ്പം ഇവിടെ സാമ്പിൾ മാത്രമാണ് ഇൻസ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് അവിടെ ടൈം കുറച്ച് മതി. ഡെലിവറി ടൈമിനും ഷെഡ്യൂളിംഗ് ടൈമിനും കുറവ് മതി. ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് ഹാസ് സം ലിമിറ്റേഷൻസ് വിച്ച് ആർ ഗിവൺ ബിലോ. ഒന്നാമത്തത് since in acceptance sampling the entire lot is accepted or rejected on the basis of conclusions drawn from one or more samples, there is always some risk of making wrong inference about the quality of the lot. These risks are termed as producers risk and consumers risk. അപ്പം ഇൻ ആക്സെപ്റ്റൻസ് സാമ്പിളിൽ നമ്മൾ ആ ഒരു ലോട്ടിൽ നിന്നും ഒരു സാമ്പിളാണ് എടുക്കുന്നത്. ഇപ്പോൾ ആ ലോട്ടിൽ ഒരു 100 ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിലൊരു 10 ഐറ്റമാണ് ഡിഫക്റ്റീവ്. ബാക്കിയൊക്കെ ആക്ച്വലി നല്ലതാണ്, 90 ഐറ്റംസും നല്ലതാണ്. പക്ഷേ നമ്മൾ എടുക്കുന്ന ആ സാമ്പിളിൽ ഈ 10 ഐറ്റം ഇൻക്ലൂഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ആ സാമ്പിൾ നോക്കുമ്പോൾ എല്ലാം ഡിഫക്റ്റീവ് ഐറ്റമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യും, മൊത്തം ലോട്ട് റിജക്റ്റ് ചെയ്യും. പക്ഷെ ഇത് ഒരു റോങ് കൺക്ലൂഷൻ അല്ലേ. കാരണം ബാക്കിയുള്ള ഐറ്റംസൊക്കെ ആ ലോട്ടിലുള്ള ബാക്കിയുള്ള ഐറ്റംസൊക്കെ നോൺ ഡിഫക്റ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ഇതൊരു നല്ല മെത്തേഡായിട്ട് പലപ്പോഴും പറയാൻ പറ്റില്ല. രണ്ടാമത്തത് ദ സക്സസ് ഓഫ് ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് ഡിപ്പെൻഡ്സ് ഓൺ ദ റാൻഡംനെസ് ഓഫ് ദ സാമ്പിൾ, ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക് ടു ബി ടെസ്റ്റഡ്, ലോട്ട് സൈസ്, ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എക്സെട്ര.
Therefore, it is a specialized job requiring careful planning and execution and everyone cannot undertake it. അപ്പം ഈ ഒരു ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് പ്ലാൻ നന്നായിട്ട് നടക്കണമെങ്കിൽ എന്തായിരിക്കണം? നമ്മൾ എടുക്കുന്ന ആ സാമ്പിൾ എന്ന് പറയുന്നത് ഒരു റാൻഡം സാമ്പിൾ ആയിരിക്കണം. പിന്നെന്താണ്? ലോട്ട് സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും, ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയൻ ഡിപ്പെൻഡ് ചെയ്യും. ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആക്സെപ്റ്റൻസ്, ഇതൊക്കെ ഗുഡായാൽ മാത്രമേ ആക്സെപ്റ്റൻസ് സാമ്പിളിങ് എന്താവുള്ളൂ, ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് മാറുള്ളൂ. So far you have learned about the acceptance sampling plan and its advantages and limitations. It's also important for you to know about different types of acceptance sampling plans used in industry. അപ്പോൾ ഇനി